നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ സ്പോക്കൻ്റെ 2ാം ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ മുൻതൂക്കം കൊടുക്കുന്നത് കുറച്ച് ക്ലാസ്സുകളായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് തന്നെയാണ്, സംസാരിക്കുക എന്നുള്ളിടത്താണ്. ഗ്രാമറോ മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചുള്ളതെന്നൊക്കെ നമ്മളോട് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ കാര്യങ്ങളൊക്കെ ഇപ്പോൾ 2-3 തവണയൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വായിക്കുമ്പോഴാണ് നമുക്കത് ഉള്ളിൽ തങ്ങി നിൽക്കുക. നമുക്ക് ആവശ്യം വരുമ്പോൾ നമ്മൾ വായന എത്രത്തോളം കൂട്ടുന്നു അത്രത്തോളം വൊക്കാബുലറി നമുക്ക് കിട്ടും, പദസമ്പത്ത്. അപ്പോൾ നമുക്ക് ആവശ്യം വരുമ്പോൾ അതെടുത്ത് പ്രയോഗിക്കാനും പറ്റും. അത് തന്നെയാണ് ഇനിയുള്ള എല്ലാ ക്ലാസ്സുകളിലും നിങ്ങൾ തുടർന്ന് ചെയ്യേണ്ടത്. ലാസ്റ്റ് നൈറ്റ് മൈ ഫാദർ റിട്ടേൺഡ് ഫ്രം ദുബായ്. ഇന്നലെ രാത്രി, ലാസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ രാത്രി, ഇന്നലെ രാത്രി. മൈ ഫാദർ റിട്ടേൺ ഫ്രം ദുബായ്. എൻ്റെ അച്ഛൻ ദുബായിൽ നിന്നും തിരിച്ചു വന്നു. ഐ ഗോട്ട് അപ്പ് ഏർലി ടുഡേ. ഞാൻ ഇന്ന് നേരത്തെ എഴുന്നേറ്റു. മൈ ഫാദർ, മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ ടു ഗോട്ട് അപ്പ് ഏർലി. എൻ്റെ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും എല്ലാവരും നേരത്തെ എഴുന്നേറ്റു. അവരും നേരത്തെ എഴുന്നേറ്റു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, കുറേ പേര് പറയുമ്പോൾ നമ്മൾ അച്ഛനും അമ്മയും അനിയനും അനിയത്തിയും എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ലാസ്റ്റത്തെ ആളുടെ തൊട്ട് മുമ്പായിരിക്കണം ആൻഡ് ചേർക്കേണ്ടത്. അല്ലെങ്കിൽ ലാസ്റ്റത്തെ എന്ത് കാര്യങ്ങളാണ്, ഇപ്പോൾ കുറേയേറെ തിങ്സ്, വസ്തുക്കളെയാണ് പരിചയപ്പെടുത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ പറയുന്നതെങ്കിൽ ആ ലാസ്റ്റത്തെ വസ്തുവിൻ്റെ തൊട്ട് മുമ്പായിരിക്കണം ആൻഡ് ഉപയോഗിക്കേണ്ടത്. മൈ ഫാദർ, മദർ, ബ്രദർ ആൻഡ് സിസ്റ്റർ. ഓനിയൻ, റൈസ് ആൻഡ് ടൊമാറ്റോ. അങ്ങനെ. ഐ ബെയ്ത്ത്ഡ് ഇൻ ദ റിവർ ആൻഡ് പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ്. ഞാൻ പുഴയിൽ പോയി കുളിച്ച് പുതിയ ഡ്രസ്സ് ധരിച്ചു. ബാത്ത് എന്ന് പറഞ്ഞാൽ കുളിയും, ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ കുളിക്കുകയാണ്. അവിടെ BATHE ഉണ്ടാവും വെർബിന്. മറ്റേ BATH ബാത്ത്, കുളി, അത് നൗണാണ്. ഗൾഫിൽ നിന്ന് വന്ന അച്ഛൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് നോക്കുകയാണ്. മൈ ഫാദർ ഗേവ് മീ എ വാച്ച് ആൻഡ് എ ഫൗണ്ടൻ പെൻ. എൻ്റെ അച്ഛൻ എനിക്കൊരു വാച്ചും ഒരു ഫൗണ്ടൻ പേനയും തന്നു. ഹി ഗേവ് മൈ ബ്രദർ എ ന്യൂ ഷർട്ട് ആൻഡ് ക്യാപ്പ്. അദ്ദേഹം എൻ്റെ അനിയനൊരു പുതിയ ഷർട്ടും തൊപ്പിയും കൊടുത്തു. മൈ മദർ ഗോട്ട് എ നെക്ലൈസ് ആൻഡ് ബ്ലാങ്കറ്റ്. എൻ്റെ അമ്മയ്ക്കൊരു നെക്ലൈസും ഒരു കമ്പിളിപ്പുതപ്പും കിട്ടി. ഹി ഗേവ് മൈ സിസ്റ്റർ എ ജാക്കറ്റ്. എൻ്റെ അനിയത്തിക്ക് അച്ഛനൊരു ജാക്കറ്റ് കൊടുത്തു. ഇവിടെയൊക്കെ മൈ ഫാദർ ഗേവ് മീ എന്ന് പറയുമ്പോൾ തന്നെ സെൻറ്റൻസ് ശരിക്കും പൂർണ്ണമാണ്. അവിടെ ബാക്കി ഒബ്ജക്റ്റുകൾ, അതായത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്നാണ് പറയാം, അവിടെ വേറെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം. എല്ലാ സെൻറ്റൻസും നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. ഒരാളൊരു കാര്യം കൊടുത്തതായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ തന്നതായിട്ട് പറയുമ്പോൾ ഇങ്ങനെയാണ് പറയട്ടെ. മൈ ഫാദർ ഗേവ് മീ എ വാച്ച്. ക്ലിയർ ആയോ? ഹി ഗേവ് മീ 100 rupees. അവൻ എനിക്ക് 100 രൂപ തന്നു. അങ്ങനെ. വി ടുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് ടുഗെദർ. ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വി ഹാഡ് കേക്ക്സ്, ബിസ്ക്കറ്റ്സ്, ചപ്പാത്തീസ് ആൻഡ് കോഫി ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിരുന്ന ആൻഡിൻ്റെ ഉപയോഗം, ഒരു വസ്തുക്കളുടെ ഏറ്റവും ലാസ്റ്റ് വസ്തുവിൻ്റെ മുമ്പേ ആൻഡ് ചേർക്കാവുന്നത്. വി ഹാഡ് കേക്ക്സ്, ബിസ്ക്കറ്റ്, ചപ്പാത്തീസ് ആൻഡ് കോഫി ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്. നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിന് കേക്കും ബിസ്ക്കറ്റും ചപ്പാത്തിയും കാപ്പിയായിരുന്നു ഉണ്ടായിരുന്നത്. മൈ മദർ കുക്ക്ഡ് സം നൈസ് കറി വിത്ത് മട്ടൺ ആൻഡ് പൊട്ടറ്റോസ്. ആട്ടിറച്ചിയും ഉരുളക്കിഴങ്ങും ഉപയോഗിച്ച് എൻ്റെ അമ്മ കുറച്ച് നല്ല കറി ഉണ്ടാക്കി. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് മൈ ബ്രദർ ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഫോർ സ്കൂൾ. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് മൈ ബ്രദർ ആൻഡ് ഐ. എപ്പോഴും നമ്മളും കൂടി ഉൾപ്പെടുന്ന ഒരു കാര്യമാണെങ്കിൽ ഐ എന്നുള്ള വാക്ക് എപ്പോഴും രണ്ടാമതായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. മൈ ബ്രദർ ആൻഡ് ഐ, ഹി ആൻഡ് ഐ, യു ആൻഡ് ഐ, അങ്ങനെ ചേർക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം, പ്രഭാതഭക്ഷണത്തിന് ശേഷം ഞാനും അനിയനും സ്കൂളിലേക്ക് പുറപ്പെട്ടു എന്ന് മീനിങ് കിട്ടും. അപ്പോൾ എപ്പോഴും രണ്ടാമതാവുകയാണ് നല്ലത്. ഇപ്പം ഐ ആൻഡ് മൈ ബ്രദർ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയാണ് വേണ്ടത്. വി മെറ്റ് അവർ ഹെഡ് മാസ്റ്റർ ഓൺ ദ വേ. ഓൺ ദ വേ, പോകുന്ന വഴിയിൽ, വരുന്ന വഴിയിൽ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററെ കണ്ടുമുട്ടി. വി സെഡ് ടു ഹിം ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ ഒക്കെ എപ്പോഴാണ് പറയേണ്ടത് നമ്മൾ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. ഹി ഓൾസോ ഗ്രീറ്റഡ് അസ്
അദ്ദേഹം ഞങ്ങളെ അഭിവാദ്യം ചെയ്തു. ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഗുഡ് മോർണിംഗ് തന്നെയാണല്ലോ തിരിച്ച് പറയാം. ബിഫോർ ലോങ് വി റീച്ച്ഡ് സ്കൂൾ. അധികം വൈകുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അധികം നേരമാകുന്നതിന് മുമ്പേ ഞങ്ങൾ സ്കൂളിലെത്തി. ദ പ്യൂൺ റാങ് ദ ബെൽ അറ്റ് 10 o'clock. 10 മണിക്ക് പ്യൂൺ ബെല്ലടിച്ചു. ദെൻ വി വെൻറ്റ് ടു അവർ ക്ലാസ്സസ്. അപ്പോൾ ഞങ്ങളെ ക്ലാസ്സിലേക്ക് പോയി. ആഫ്റ്റർ ദ സെക്കൻഡ് ബെൽ റെഗുലർ ലെസൺസ് ബിഗാൻ. രണ്ടാമത്തെ ബെല്ലിന് ശേഷം, രണ്ടാമത്തെ മണിക്ക് ശേഷം പതിവ് ക്ലാസ്സുകൾ തുടങ്ങി, പതിവ് പാഠങ്ങൾ തുടങ്ങി. ഇന്നലെ പറഞ്ഞതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങളൊരു 3-4 തവണ ഉറക്കെ വായിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. താങ്ക് യു.